ചെന്നിത്തല പുത്തൻകോട്ടയ്ക്കകം ശിവയോഗീശ്വര ക്ഷേത്ര മഠാധിപതി സച്ചിന്മയിയുടെ 64ാം പിറന്നാൾ ആഘോഷവും പ്രഥമ സച്ചിന്മയി സരസ്വതി പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച നടക്കും. ജയന്തി സമ്മേളനം ഗാന്ധി ഭവൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്യും. ചെന്നിത്തല പുത്തൻകോട്ടയ്ക്കകം ശിവയോഗീശ്വര ക്ഷേത്ര മഠാധിപതി സച്ചിന്മയിയുടെ 64ാം പിറന്നാൾ ആഘോഷവും പ്രഥമ സച്ചിന്മയി സരസ്വതി പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച വിവിധ ചടങ്ങുകളോടെ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇത് ഏകദേശം 35 വർഷത്തെ പഴക്കമുണ്ട്. ധാരാളം ഭക്തരുടെ വരുന്നുണ്ട്. അവിടെ കാര്യം അറിയാൻ വേണ്ടി വരുന്ന ആൾക്കാർ അവരുടെ കാര്യസാധ്യത്തിന് കഴിഞ്ഞതിന് ശേഷം അവിടെ വന്ന് ആ അനുഭവങ്ങൾ പറയുന്നതാണ് മറ്റുള്ള ഭക്തർ അവിടെ എത്തിച്ചേരുന്നത്. ഇതാണ് ആ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത. ഏതാണ്ട് ഞാനിപ്പോ ഒരു 30 വർഷമായിട്ട് ആ ക്ഷേത്രവുമായിട്ട് അടുത്ത് ബന്ധമുള്ള ഒരാളാണ്. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അനുഭവത്തിന് പുറത്താണ് ഞാൻ അതിന്റെ സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഈ വർഷം എന്നെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തു. സെക്രട്ടറി രാധാകൃഷ്ണനാണ്. ഇത് നമ്മുടെ ഖജാൻജിയാണ്, നമ്മുടെ കമ്മിറ്റി മെമ്പറാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും പറയാം, സാമ്പത്തികമായിട്ട് ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ക്ഷേത്രം ഒന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഭക്തർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ നിയോഗം. അമ്മയുടെ നിയോഗം അതാണ്. അമ്മയെ വന്ന് കാണുക, നമ്മുടെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഈശ്വരീയമായ കാര്യങ്ങൾ കേട്ട് അവരുടെ ജീവിതത്തിലേക്ക് അത് മാറ്റം കൊണ്ടുവരുമ്പോൾ അവർക്ക് ശാന്തി കിട്ടുന്നു. അതാണ് നമ്മുടെ മാതാ സച്ചിന്മയി ദേവി എന്ന് പറഞ്ഞാൽ എളുപ്പം പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മൾ ദുഃഖങ്ങൾ പറയുന്നു, ആ ദുഃഖത്തിന് വേണ്ടിയിട്ടുള്ള ആശ്വാസം പറയുന്നു. അത് കേൾക്കുമ്പോൾ അവിടെ വരുന്ന ആൾക്കാരുടെ മനസ്സിൽ നിന്ന് അവന്റെ ആ ബുദ്ധിമുട്ടുകൾ മാറി ഒരു നല്ല രീതിയിൽ ജീവിച്ചു പോകാനായിട്ട് അവന്റെ കുടുംബത്തിൽ അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് പല പ്രോഗ്രാംസ്, ക്ഷേത്ര പൂജകൾ കൂടാതെ സാമൂഹികമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, ചാരിറ്റി, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഈ വർഷം നമ്മൾ 64ാമത് ജയന്തി സമ്മേളനമാണ്. 64ാമത് ജയന്തി, അമ്മയുടെ 64ാമത് ജയന്തി. അപ്പൊ അതിന് ഈ വരുന്ന ഞായറാഴ്ച 12ാം തീയതി രാവിലെ 8 മണി മുതൽ ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം ആരംഭിക്കും. രാവിലെ 8-ന് ക്ഷേത്രതന്ത്രി കലവൂർ രാജീവിന്റെയും മേൽശാന്തി രാജുവിന്റെയും കാർമ്മികത്വത്തിൽ കുംഭാഭിഷേകം, പാദപൂജ എന്നിവ നടക്കും. 10:30 മുതൽ നടക്കുന്ന ജയന്തി സമ്മേളനം പത്തനാപുരം ഗാന്ധിഭവൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്യും. സച്ചിന്മയി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് AN കൃഷ്ണകുമാർ അധ്യക്ഷത വഹിക്കും. മുൻ MLA M മുരളി മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ പ്രഥമ സച്ചിന്മയി സരസ്വതി പുരസ്കാരം ചലച്ചിത്ര ഗാനരചയിതാവ് ദേവദാസിന് ഡോക്ടർ പുനലൂർ സോമരാജൻ സമ്മാനിക്കും. പൊതുപ്രവർത്തകനായ ജേക്കബ് ഉമ്മൻ, സാഹിത്യരംഗത്തു നിന്നുള്ള ഡോക്ടർ ഏവൂർ മോഹൻദാസ്, ജീവകാരുണ്യ പ്രവർത്തകനായ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കുർത്തിക്കാട്, ഗവേഷണ മേഖലയിൽ നിന്നുള്ള ദിവ്യ ദേവകി, സാഹിത്യരംഗത്തു നിന്നുള്ള സാജിദ് ഖാൻ പനവേലിൽ എന്നിവർക്ക് സച്ചിന്മയി കീർത്തി പുരസ്കാരങ്ങൾ M മുരളിയും സമ്മാനിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭ സംസ്ഥാനത്തെ മികച്ച അധ്യാപകർക്ക് നൽകുന്ന ആചാര്യ പുരസ്കാരം കരസ്ഥമാക്കിയ G രാധാകൃഷ്ണൻ, വൈജ്ഞാനിക സാഹിത്യകാരൻ സുരേഷ് മണ്ണാർശാല, മാധ്യമപ്രവർത്തകൻ സനിൽ രാഘവൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. വിവിധ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ BJP സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് സമ്മാനിക്കും. ട്രസ്റ്റ് സെക്രട്ടറി G രാധാകൃഷ്ണൻ, പ്രഭാകരൻ നായർ, സൂരജ് PB, സരസൻ, KJ ശ്രീലേഖ എന്നിവർ സംസാരിക്കും. CDNet ന്യൂസ്, ഹരിപ്പാട്.